സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പോരുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രിയിൽ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ 5 ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 6ാമത്തെ മൂർത്തിയാണ് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, അഥവാ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, അന്തിക്രിസ്തു. അന്തിക്രിസ്തു എന്നുള്ളതായ പദം ബൈബിളിൽ ഇല്ല. ആന്റി ക്രൈസ്റ്റ് എന്നാണ്, എതിർ ക്രിസ്തു എന്നാണ് 1 യോഹന്നാൻ 2:18 കാണുന്നത്. അന്തിക്രിസ്തു എന്ന് മലയാളത്തിൽ പറയുന്നത് ആന്റി ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തെ മലയാളീകരിച്ച് പറയുന്നതാ. ട്രിച്ചൂർ എന്നുള്ളതിനെ മലയാളീകരിച്ചതാണ് തൃശൂർ. അതിൻ്റെ യഥാർത്ഥ പേര് തൃശീവ പേരൂർ എന്നാണ്. ചിലർ പറയും അന്തിക്രിസ്തു എന്ന് പറയാൻ പാടില്ല, തെറ്റാണ്. അന്തിക്രിസ്തു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നവർ തൃശ്ശൂരിന് മേലെ പറയാൻ പാടില്ല, തൃശീവ പേരൂർ എന്ന് പറഞ്ഞോളൂ. കാരണം ട്രിച്ചൂർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തെ മലയാളീകരിച്ചതാണ് തൃശ്ശൂർ. ഇതുപോലെ ആന്റി ക്രൈസ്റ്റ് എന്നുള്ള പദമാണ് ബൈബിളിലുള്ളത്. എതിർ ക്രിസ്തു എന്നാണ്, ക്രിസ്തുവിന് എതിരായ മൂർത്തി. നമ്മളതിനെ അന്തിക്രിസ്തു എന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തെ മലയാളീകരിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഇത് എടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ അന്തിക്രിസ്തു എന്ന് പറയുന്നത്. ആ അന്തിക്രിസ്തുവിന്റെ രംഗപ്രവേശനമാണ് ഇവിടെ ഈ 13-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. 13-ാം അധ്യായത്തിൽ 2 വെളിപ്പാടുകളാണ്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 6-ാം മൂർത്തിയുടെ വെളിപ്പാടും അതിൻ്റെ 11-ാം വാക്യം മുതൽ അതിൻ്റെ 18-ാം വാക്യം വരെ കള്ളപ്രവാചകന്റെ വെളിപ്പാടുമാണ്. അപ്പം അന്തിക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകന്റെയും വെളിപ്പാടാണ് ഈ 13-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന 6ഉം 7ഉം മൂർത്തികൾ. ഇവിടെ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകൾ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. 1-2 വാക്യങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 12-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യഹൂദന്മാരിൽ നിന്നുള്ള ശേഷിപ്പിനെ വകവരുത്തുവാൻ വേണ്ടി സാത്താൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുന്നതായി യോഹന്നാൻ ദർശനത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോഹന്നാൻ മറ്റൊരു ദർശനം കാണുകയാണ്. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം
സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിലെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇതൊരു മിശ്രമൃഗമാണ്. കാരണം ഉടലെ പുള്ളിപ്പുലി, ശിരസ് സിംഹം, ശിരസിൽ 10 കൊമ്പ്, കൈകാലുകൾ കരടിയുടെ. ഇതൊരു മിശ്രമൃഗമാണ്. ഈ മിശ്രമൃഗം ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം വ്യാഖ്യാനിക്കണം. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അവസാന കാലത്ത് ഒരു ലോക നേതാവ് എഴുന്നേറ്റ് വരുമെന്ന് പഴയ പുതിയ നിയമങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ലോക നേതാവിന് വചനത്തിൽ കുറഞ്ഞത് 12 നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. 12 നാമങ്ങൾ. ആ നാമങ്ങൾ യെശയ്യാ പ്രവചനം 11:4 അവന് കൊടുത്തിരിക്കുന്ന നാമം ദുഷ്ടൻ എന്നാണ്. ദുഷ്ടൻ. യെശയ്യാവ് 14:4 അവന് കൊടുത്തിരിക്കുന്ന നാമം ബാബേൽ രാജാവ്. ദാനിയേൽ 7:8 8:9 അവന് കൊടുത്തിരിക്കുന്ന നാമം ചെറിയ കൊമ്പ്. ദാനിയേൽ 8:23 കൊടുത്തിരിക്കുന്ന ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ്. ദാനിയേൽ 9:26 വരുവാനിരിക്കുന്ന പ്രഭു. ദാനിയേൽ 11:36 രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കുമെന്ന് കാണുന്നു, സ്വേച്ഛാനുവർത്തിയായ രാജാവ്. സെക്രിയാവ് 11:15 അവന് കൊടുത്തിരിക്കുന്ന പേര് തുമ്പുകെട്ട ഇടയൻ. 2 തെസ്സലോനിക്കർ 2:3 2 നാമങ്ങളുണ്ട്. 1 നാശയോഗ്യൻ, 2 അധർമ്മമൂർത്തി. അതേ അധ്യായം 4-ാം വാക്യത്തിൽ മറ്റൊരു പേരുണ്ട്, എതിരാളി. 1 യോഹന്നാൻ 2:18 എതിർ ക്രിസ്തു. വെളിപ്പാട് 13:21 മൃഗം. ഇങ്ങനെ 12 നാമങ്ങൾ ഇവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ 12 പേരിൽ വിളിക്കാം. അതുകൊണ്ട് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചെറിയ കൊമ്പെന്ന് പറഞ്ഞാൽ ഇവനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഉഗ്രഭാവു വായുബുദ്ധിമുള്ള രാജാവ് എന്ന് പറഞ്ഞാൽ ഉടനെ അന്തിക്രിസ്തു ആണെന്ന് മനസ്സിലാക്കണം. ഏതൊരു ക്രിസ്തു എന്ന് പറഞ്ഞാലും അന്തിക്രിസ്തു ആണെന്ന് മനസ്സിലാക്കണം. മൃഗമെന്ന് പറഞ്ഞാലും അന്തിക്രിസ്തു ആണെന്ന് മനസ്സിലാക്കണം. കാരണം അവന് 12 പേരുകളുണ്ട്. ചില ആളുകൾക്ക് 3 പേര് 2 പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബർന്നബാസിന് എത്ര പേരെ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്? ഇവന് 12 നാമങ്ങളാണ് കൊടുത്തിരിക്കുന്ന വചനത്തിൽ. അതുകൊണ്ട് 12 പേരിൽ നമുക്ക് ഇവനെ സംബോധന ചെയ്യാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവചനം 2, 7, 8, 11 ഈ 4 അധ്യായങ്ങൾ വായിച്ച് വ്യാഖ്യാനിച്ചാലാണ് ഇത് പഠിക്കാൻ കഴിയുക. എന്നാൽ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കാതെ ആ ഭാഗങ്ങൾ മാത്രം എടുത്തൊന്ന് വായിച്ച് ഈ മിശ്രമൃഗത്തെ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നത് വളരെ നന്നാകുന്നുണ്ട് മൈക്കിലൂടെ. അതുകൊണ്ട് ആ ആൾ തന്നെ മൈക്കിലൂടെ പറയുന്ന ഭാഗങ്ങൾ വായിക്കണം. കാരണം ഇത് വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. പകലത്തെ മീറ്റിംഗ് ആണല്ലോ, അത് ഞാൻ സ്പീഡ് എടുക്കുന്നില്ല. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം മുതലാണ് വായിക്കേണ്ടത്. രാജാവ് കണ്ടത് പ്രാരംഭത്തിൽ ഒരു കാര്യം പറയുന്നു. ബാബേൽ ചക്രവർത്തിയായ നെബൂഖദ്നേസർ പള്ളിമെത്തയിൽ വെച്ചൊരു സ്വപ്നം കണ്ടു. സ്വപ്നം താൻ മറന്നുപോയി. ഉണർന്നപ്പോൾ അതിന്റെ അർത്ഥവും ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. കൽദയ വിദ്വാൻമാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് സ്വപ്നം അറിയിക്കാനോ അർത്ഥം അറിയിക്കാനോ കഴിഞ്ഞില്ല. ചക്രവർത്തി പറഞ്ഞു, സ്വപ്നവും അർത്ഥവും അറിയിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കഷ്ണം കഷ്ണമായി ശകലിക്കും. നമ്മൾ മത്തി നുറുക്കുന്ന പോലെ അവർ നുറുക്കും. നിങ്ങളുടെ വീടുകളെ കുപ്പക്കുന്നാക്കും. ഒരിക്കൽ വായിച്ചു കപ്പക്കുന്നാക്കും. കപ്പക്കുന്നല്ല, കുപ്പക്കുന്നാക്കും. അങ്ങനെ അവർ കിടുകിട വിറക്കുകയാണ്. ആ കൽദയ വിദ്വാൻമാരുടെ കൂട്ടത്തിൽ ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ഒക്കെ കൊല്ലാൻ പോവുക. ഇങ്ങനെ കർശനമായൊരു വിധി വന്നത് എന്താണെന്ന് ദാനിയേൽ അന്വേഷിച്ചപ്പോൾ വിഷയം എന്നതെന്ന് മനസ്സിലായി. അപ്പൊ ദാനിയേൽ അറിയിച്ചു, തനിക്ക് സമയം തരണം, താൻ അർത്ഥവും പറയാം, അല്ല സ്വപ്നവും അറിയിക്കാം, അർത്ഥവും പറയാം. അങ്ങനെ ദാനിയേല്, ഹനന്യാവ്, മീശായേൽ, അസിര്യാവ്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 കൂട്ടുകാരുമായി കണ്ടു. ദാനിയേലിന്റെ കൂട്ടായ്മക്കാര് വിശ്വാസികളായിരുന്നു. 40 പേരില്ല പ്രാർത്ഥനയ്ക്ക്, 400 പേരില്ല, 4000 പേരില്ല. പ്രാർത്ഥനയ്ക്ക് 4 പേരേ ഉള്ളൂ. പക്ഷെ ഐക്യ ഹൃദയം ഉണ്ടായിരുന്നു. നോട്ടീസിലെ ഐക്യമല്ല, ഹൃദയത്തിലെ ഐക്യം. അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദാനിയേലിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. രാജാവ് കണ്ട മറന്നുപോയ സ്വപ്നം, അതിന്റെ അർത്ഥം. അങ്ങനെ ദാനിയേല് കൊട്ടാരത്തിൽ പ്രവേശിച്ച് ഈ സ്വപ്നവും അർത്ഥവും വിവരിക്കുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത്. 31-ാം വാക്യം മുതൽ ആ സ്വപ്നവും അർത്ഥവും പറയുകയാണ്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിയ ഒരു ബിംബം, സമ്മിശ്ര ലോകബിംബത്തിന്റെ ദർശനമാണ് ഈ നെബൂഖദ്നേസർ ചക്രവർത്തി കണ്ടത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബുക്ക് ഓഫ് ദാനിയേൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 2 ഇതാ 2-ാം അധ്യായത്തിലെ സമ്മിശ്ര ലോകബിംബത്തിന്റെ ദർശനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വായിച്ചേ. വലിപ്പമേറിയതും വിശേഷ ശോഭയുമുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു.
വലിപ്പമേറിയതും വിശേഷ ശോഭയുമുള്ളതുമായ ബിംബം തിരുമുൻപിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. അതിന് രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും. ബിംബത്തിന്റെ തല എന്തുകൊണ്ടുള്ളതാണ്? തങ്കം കൊണ്ടുള്ളതാണ്. നെഞ്ചും കൈയും വെള്ളി കൊണ്ടും. നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതാണ്. വയറും അരയും താമ്രം കൊണ്ടും. വയറും അരയും താമ്രം കൊണ്ടുള്ളതാണ്. തുട ഇരുമ്പ് കൊണ്ടും. തുട ഇരുമ്പ് കൊണ്ടുള്ളതാണ്. കാൽ പാതി ഇരുമ്പ് കൊണ്ടും. കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടും ആയിരുന്നു. പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. തിരുമനസ് കൊണ്ട് ആ ബിംബത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല്. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ട കാലിൽ ആ കല്ല് വന്ന് അടിച്ചു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയി തീർന്നു. അത് എല്ലാം ഒരുപോലെ തകർന്നെന്നാണ്. മണ്ണ് തകർന്നതുപോലെ തന്നെ ഇരുമ്പും തകർന്നു, എല്ലാ ലോഹങ്ങളും തകർന്നു പോയി. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന്. കല്ല് വന്നിടിച്ചപ്പോ പിന്നെ ബിംബം അവിടെ ഇല്ല, പിന്നെ കല്ലേ ഉള്ളൂ. അപ്പൊ കല്ല് വരുന്നത് വരെ മാത്രമേ ബിംബത്തിന് നിലനിൽപ്പുള്ളൂ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മഹാപർവ്വതമായി തീർന്ന്. ആ കല്ല് മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് വാഴുന്ന കർത്താവാണ്. ഭൂമിയിലൊക്കെ നിറഞ്ഞു എന്നാണ് യേശുവിന്റെ ആധിപത്യം. താഴെ വായിച്ചു. ഇതത്രേ സ്വപ്നം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സറിയിക്കാം. അതിന്റെ വ്യാഖ്യാനം പറയാണ് ദാനിയേൽ. എന്താണ് അർത്ഥം? രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. ബാബേൽ സാമ്രാജ്യം BC 606 മുതൽ 536 വരെ 70 സംവത്സരം ഈ ലോകത്തെ അടക്കി ഭരിച്ച ഒരു സാമ്രാജ്യമാണ്. ഏറ്റവും തലപ്പത്ത് നിന്ന സാമ്രാജ്യമാണ് ബാബിലോൺ. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. എല്ലാറ്റിലും തിരുമനസ്സിലെ അധിപതി ആക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. വ്യാഖ്യാനം: പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ബിംബത്തിന്റെ തലഭാഗം തങ്കമാണ്. അത് ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവ്വഭൂമിയിലും. ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ താഴ്ന്ന മറ്റൊരു സാമ്രാജ്യം ഉടലെടുക്കും. അതാണ് നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ള ഭാഗം. സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം മൂന്നാമത് ഒരു സാമ്രാജ്യം ഉടലെടുക്കും. അതാണ് ബിംബത്തിന്റെ മൂന്നാം ഭാഗം. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. നാലാം ഭാഗം മറ്റൊരു രാജ്യത്വമാണ്, വേറൊരു സാമ്രാജ്യമാണ്. അത് ഇരുമ്പ് പോലെ ബലമുള്ളതാണ്. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. അടുത്തത്: തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും ഇടിച്ചു തകർത്ത് കളയും. തകർക്കുന്ന ഇരുമ്പ് പോലെയാണ്. അടുത്തത്: കാലും കാൽവിരലും പാതി. ശ്രദ്ധിക്കുക. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നത് പോലെ രാജ്യത്വം ഒട്ടു ബലമുള്ളതും ഒട്ടു ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ രാജാക്കന്മാരുടെ കാലത്ത്. ഇനി വായിക്കാൻ പറ്റട്ടെ. സ്വർഗസ്ഥനായ ദൈവം. അപ്പൊ ഒന്നാം ഭാഗം തങ്കം കൊണ്ടുള്ള ശിരസാണ് ബാബിലോൺ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യം BC 536 അസ്തമിച്ചപ്പോൾ രണ്ടാമത് രംഗത്തും സാമ്രാജ്യം മേദിയ പാർശ്വയാണ്. നെഞ്ചും കൈയും വെള്ളിയുണ്ട്. അതൊരു കൂട്ടു സാമ്രാജ്യമായിരുന്നു. മേദ്യനായ ദാര്യാവേശിന്റെ മകളെയാണ് പാർശ്വക്കാരനായ കോരേശ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് മേദ്യരെ കാണിക്കാൻ ഇടത് കൈ, ശക്തിപ്പെട്ടത് പാർശ്വികളാണ് വലത് കൈ. അങ്ങനെ മേദ്യനായ ദാര്യാവേശിന്റെ കാലത്താണ് ദാനിയേൽ സിംഹഗുഹയിലിട്ടത്. കോരേശ് യുദ്ധം ചെയ്ത് നടക്കുന്നത് കൊണ്ട് അന്ന് ആദ്യ സിംഹാസനത്തിലിരുന്നത് അമാവിയപ്പനാണ്. അങ്ങനെ അതൊരു കൂട്ടു സാമ്രാജ്യമായിരുന്നു. അത് നിലവിലിരുന്നത് BC 536 മുതൽ BC 330 വരെ നിലവിലിരുന്ന സാമ്രാജ്യമാണ് മേദ്യ പാർഷ്യ.
മൂന്നാമത് അത് കഴിഞ്ഞ് വന്ന സാമ്രാജ്യമാണ് യവനായ സാമ്രാജ്യം, അലക്സാണ്ടർ ഗ്രീസ് സാമ്രാജ്യം. BC 330 മുതൽ BC 30 വരെ നിലവിലിരുന്നു. നാലാമത്തെ സാമ്രാജ്യമാണ് റോമൻ ആധിപത്യം. BC 30 മുതൽ AD 364 വരെ ലോകത്തിലിരുന്നതാണ് റോമാ സാമ്രാജ്യം. അങ്ങനെ ബിംബത്തിന്റെ 4 ഭാഗങ്ങൾ 4 സാമ്രാജ്യങ്ങളെ കാണിക്കുന്നുവെന്ന് നെബൂഖദ്നേസർ ചക്രവർത്തിയുടെ കാലത്ത് ദാനിയേൽ വ്യാഖ്യാനിച്ചെങ്കിൽ അത് അതുപോലെ ചരിത്രത്തിൽ നിറവേറി. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് എന്ത് സംഭവിച്ചു? റോമാ സാമ്രാജ്യത്തിൽ 10 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ബിംബത്തിന്റെ ഓരോ കാലുകളിൽ 5 വിരലുകളാണ്. അങ്ങനെ 10 വിരലുകൾ. ഇത് റോമാ സാമ്രാജ്യത്തിലെ 10 രാജ്യങ്ങളെ കാണിക്കുന്നു. ആ റോമാ സാമ്രാജ്യം AD 364 ദാനിയേൽ വ്യാഖ്യാനിച്ചതുപോലെ ബിംബത്തിന്റെ കാല് 2ആയി പിരിഞ്ഞതുപോലെ റോമാ സാമ്രാജ്യം 2ആയി പിരിഞ്ഞു മാറി. AD 364 ജനുവരി മാസം 17-ാം തീയതി അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ജോബിയൻ മരിച്ചതോടുകൂടെ റോമാ സാമ്രാജ്യം പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ എന്നിങ്ങനെ 2ആയി പിരിഞ്ഞു. പാശ്ചാത്യ റോമയിൽ പടിഞ്ഞാറൻ റോമയിൽ 5 രാജ്യങ്ങളും പൗരസ്ത്യ റോമയിൽ കിഴക്കൻ റോമയിൽ 5 രാജ്യങ്ങളുമായിരുന്നു. പാശ്ചാത്യ റോമയിലെ രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ഓസ്ട്രിയ. പൗരസ്ത്യ റോമയിലെ രാജ്യങ്ങളാണ് ഗ്രീസ്, ടർക്കി, ബൾഗേറിയ, സിറിയ, ഈജിപ്റ്റ്. ഇങ്ങനെ 5 രാജ്യങ്ങളായിട്ട് പിരിഞ്ഞു മാറി. അതിൽ പാശ്ചാത്യ റോം നഗരം കേന്ദ്രമാക്കിക്കൊണ്ട് വലന്റീനിയൻ എന്ന ചക്രവർത്തിയും പൗരസ്ത്യ റോമ കുസ്തന്തീന നഗരം കേന്ദ്രമാക്കിക്കൊണ്ട് വാലൻസ് എന്ന ചക്രവർത്തിയും ഭരണം തുടങ്ങി. അങ്ങനെ ആ ഭരണം മുമ്പോട്ട് പോയെങ്കിലും ആ ഭരണം ക്രമേണ തകർന്ന് ജനാധിപത്യ ഭരണം വന്നതാണ്. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി ദാനിയേൽ വ്യാഖ്യാനിച്ചത്. കണ്ടോ, ഇതൊരു സാമ്രാജ്യമല്ല, ഇന്ന് ജനാധിപത്യ വ്യവസ്ഥിതിയാണ് ലോകത്ത് നിലവിലിരിക്കുന്നത്. അങ്ങനെ ബാബിലോണിൽ തുടങ്ങി മേദിയ പാർസിയിൽ തുടർന്ന് ഗ്രീസിലേക്ക് വന്ന് റോമിലേക്ക് വന്ന് റോം ജനതമുഖക്കടലിൽ ആണ്ടുപോയി. ഇതാ ഇന്ന് നിലവിലിരിക്കുന്നത് ജനാധിപത്യ ഭരണമാണ്. അവർ മനുഷ്യബീജത്താൽ ഇടകലരുമെങ്കിലും അവർ തമ്മിൽ ചേരുകയില്ല. ഭരണം നടക്കും. ഇന്നത്തെ നിയമസഭകളിലും പാർലമെന്റിലും എല്ലാം ഭരണം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ അവർ തമ്മിൽ ചേരുന്നില്ല. ഒരു കുടുംബത്തിൽപ്പെട്ടവർ തന്നെ 2 പാർട്ടിയിലാണ്. ഇന്ത്യയിൽ ഇതാ KR നാരായണൻ രാഷ്ട്രപതിയായത് കളിമണ്ണ് വന്ന് ലോകം ഭരിക്കുമെന്നുള്ള ദാനിയേലിന്റെ വ്യാഖ്യാനത്തിന്റെ നിറവേറലാണ്. താഴെക്കിടയിൽ കിടന്നതായ ആളുകൾ ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ലോകത്തെ ഭരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയായത് ദാനിയേൽ വ്യാഖ്യാനിച്ചതുപോലെ കളിമണ്ണ് വന്ന് ലോകത്തെ ഭരിക്കുകയാണ്. വെള്ളക്കാരില്ലാഞ്ഞിട്ടല്ല, ആ കർത്തവർഗത്തിൽപ്പെട്ട ആ പ്രിയപ്പെട്ടവൻ പ്രസിഡന്റായിരിക്കുന്നത്. ഒബാമയെ പ്രസിഡന്റാക്കിയത് നമ്മുടെ കർത്താവാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചന നിവർത്തിയാണ്. ഇന്ന് അപൂർവം ചില രാജ്യങ്ങളിൽ രാജകീയ ഭരണങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവ് മധ്യാകാശത്തിൽ വരുന്നതിന് മുന്നമേ ഇവിടെ നിലവിലിരിക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥിതിയായിരിക്കണം. അപ്പൊ ജനാധിപത്യ സമ്പ്രദായം ലോകത്തിൽ പൊതുവിൽ വന്നെങ്കിലും അപൂർവം ചില രാജ്യങ്ങളിൽ രാജവാഴ്ചയുണ്ട്. സൗദി അറേബ്യയിൽ രാജാവ് വാഴുകയാണ്. ആ ഭരണം അധികം താമസം വിനാ നിലം പൊത്തും. ലിബിയയിൽ ഏകാധിപതിയുടെ വാഴ്ച മാറിപ്പോയി. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുക. പൂർണ്ണമായൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ലിബിയയിലെ ഗദ്ദാഫി അവന്റെ ഭരണം താഴെ പോയപ്പോൾ നാം ഓർത്തോളണം, കർത്താവിന്റെ വരവിനോട് നാം ഒന്നോടെ അടുത്തേക്കാണ്. ഇന്ന് രാജകീയ വാഴ്ച അപൂർവം ചില സ്ഥലത്തുണ്ടെങ്കിലും അവരൊക്കെ UN കീഴിലാണ് കിടക്കുന്നത്. ഈ ജനാധിപത്യ വ്യവസ്ഥയുള്ളതായ രാഷ്ട്രങ്ങളുടെ അധീനതയിലാണ് ഒരർത്ഥത്തിൽ അവർ കിടക്കുന്നത്. അവർ പറഞ്ഞാൽ ഇവർ അനുസരിക്കും. രാജാവ് അനുസരിക്കാതെ വരുന്നവരെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. താലിബാനെ നീക്കിയല്ലോ, സദാം ഹുസൈനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനത്തിന് ആധിപത്യം നിലവിലിരിക്കുന്ന ഒരു സമയത്താണ് യേശുക്രിസ്തു വരേണ്ടത്. കൈതൊടാതെ വന്ന കല്ല് കർത്താവിന്റെ വരവിനെ കാണിക്കുകയാണ്. ആ കല്ല് വന്നിടിച്ചപ്പോൾ ഈ ബിംബത്തിന് കല്ലിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കളിമണ്ണും എല്ലാം ഒരുപോലെ തകർന്നു പോയി. കർത്താവ് വരുന്നത് വരെ മാത്രമേ ഈ സാമ്രാജ്യങ്ങൾ, ഈ ഭരണവ്യവസ്ഥിതികളെല്ലാം ലോകത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ കർത്താവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വായിക്കുന്നുണ്ട്, ഈ രാജാക്കന്മാരുടെ കാലത്ത്, അടുത്ത് വായിച്ച്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്ത് സ്ഥാപിക്കും. അത് വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല എന്നുള്ള പ്രവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ.
കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിൽ സംഗ്രഹിച്ച് വെച്ചിട്ട് വേണം നാം പ്രവചനം പഠിക്കാൻ. എന്നാലേ പൂർണ്ണമായി മനസ്സിലാകത്തുള്ളൂ. കൈ തൊടാതെ യേശുക്രിസ്തു വരും എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം വോട്ട് ചെയ്താക്കുന്നതല്ല, യേശുവിനെ ആരും കൈപൊക്കിയാക്കുന്നതല്ല, കൈ തൊടാതെ വരികയാണ്. ആ വരവാണ് യേശുക്രിസ്തുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് ഇതാ ഭൂമിയിലേക്ക് ഹർമഗദ്ദോൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നു. അതാണ് ഈ കൈ തൊടാതെ വരുന്ന കല്ല്. അതിനെ തുടർന്നാണ് സഹസ്രാബ്ദ വാഴ്ച, യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം. അതാണ് ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത രാജ്യത്ത് സ്ഥാപിക്കും, അത് വേറെ ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. എന്നാൽ ആ സംഭവം നടക്കുന്നതിന് മുമ്പ് 7 വർഷം മുമ്പ് യേശുക്രിസ്തു മേഘത്തിൽ വരണം. മേഘത്തിൽ വരുമ്പോൾ ഇവിടെ നിലവിലിരിക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയായിരിക്കണം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത രാജ്യത്ത് സ്ഥാപിക്കുമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നതിനാൽ 10 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു സംഘടന ലോകത്തിൽ നിലവിലിരിക്കുമ്പോൾ വേണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരാൻ. അങ്ങനെയെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഒടുവിലത്തെ സമയത്ത് യേശു മേഘത്തിൽ വന്ന് സഭയെ ചേർക്കുകയും അതിനെ തുടർന്ന് ജനസമൂഹക്കടലിൽ ആണ്ടുപോയ പ്രാചീന റോമാ സാമ്രാജ്യം അത് പൊങ്ങി വന്ന് അതിൻ്റെ പ്രധാന ഭരണാധിപനായി ആന്റിക്രൈസ്റ്റ് ചുമതലയേൽക്കുകയും അത് 7 വർഷം നിലവിലിരിക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് ആ 10 രാഷ്ട്രങ്ങൾ ചേർന്നുള്ള സംഘടന നിലവിലിരിക്കുന്ന സമയത്ത് അതിന്റെ തലവൻ ആന്റിക്രൈസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ രാജ്യങ്ങളെല്ലാം തരിപ്പണമാക്കി തന്റെ ശിലാ സാമ്രാജ്യം, 5ാം ലോക മഹാസാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നെബൂഖദ്നേസർ ചക്രവർത്തി കണ്ട സ്വപ്നമാണ്. ദാനിയേൽ ആ സ്വപ്നവും അർത്ഥവും പറഞ്ഞപ്പോൾ തനിക്ക് അവിടെ വലിയ ഉയർച്ച ലഭിച്ചു. ദാനിയേൽ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൽദയ വിദ്വാൻമാരും അതുപോലെ ലക്ഷണം പറയുന്നവരെ എല്ലാം മത്തി നുറുക്കുന്നോണം ചക്രവർത്തി നുറുക്കിയേനെ. ദാനിയേൽ ഇത് പറഞ്ഞതിനാൽ അവർക്കൊക്കെ ഒരു വിടുതലുണ്ടായി. ഞാൻ ദൈവങ്ങളോട് പറയട്ടെ, ഇന്നത്തെ കൈനോട്ടക്കാരും അതുപോലെ തത്തമേ പൂച്ച പക്ഷിശാസ്ത്രക്കാരും ഗൗളിശാസ്ത്രക്കാരും മന്ത്രവാദികളും കൂടോത്രം ചെയ്യുന്നവരും വെളിച്ചപ്പാടന്മാരും ഈ ലക്ഷണം പറയുന്നവരുമെല്ലാം ഇന്ന് ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നത് നമ്മളിവിടെ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മളിവിടുന്ന് പോകട്ടെ, ഇവരെല്ലാം ലോകം ചവിട്ടി മെതിക്കാൻ പോകുക. അന്ന് ദാനിയേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് വിടുതൽ കിട്ടിയതുപോലെ സത്യസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാം ഇവിടെ നിന്ന് പുറത്തു പോകുന്നത്. പക്ഷേ ഇവർ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് ലോകം വിധി എഴുതുന്ന ദിവസം വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചക്രവർത്തി സ്വപ്നം കണ്ട് ദാനിയേലിന്റെ സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിച്ച ശേഷം 48 വർഷങ്ങൾ കഴിഞ്ഞു. 48 വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ അർത്ഥം വരുന്ന ഒരു ദർശനം ദാനിയേൽ കണ്ടു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായവും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായവും തമ്മിൽ 48 വർഷത്തെ അകലമുണ്ട്. അങ്ങനെ 7-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുന്ന ഒരു ദർശനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ദർശനവും ഈ സ്വപ്നവും 2 പേര് കണ്ടതാണെങ്കിലും 2 ദർശനങ്ങളാണെങ്കിലും 2ന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ദാനിയേൽ കണ്ട ദർശനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോൾ 1-ാമത്തെ ദർശനം സമ്മിശ്ര ലോകബിംബത്തിന്റെ ദർശനം, ദാനിയേൽ 2. 2-ാമത്തെ ദർശനം മഹാമൃഗങ്ങളുടെ ദർശനം, അതാണ് ദാനിയേൽ 7. 1-ാം വാക്യം മുതൽ വായിച്ചേ. ബാബേൽ രാജാവായ ബേൽഷസറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. 2-ാം അധ്യായം കഴിഞ്ഞ് 48 വർഷം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ആകാശത്തിലെ 4 കാറ്റും അടിക്കുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ ഈ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. 1-ാമത്തേത് സിംഹത്തോട് സദൃശവും. 1-ാമത്തെ മൃഗം എങ്ങനെയിരുന്നു? സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു. 2-ാമത് കരടിയോട് സദൃശമായ കരടിയോട് സദൃശമായൊരു മൃഗം.
അതൊരു പാർശ്വമുയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. 3 രാജ്യങ്ങളെ തോൽപ്പിച്ചിട്ടാണ് അവര് ആധിപത്യം പ്രാപിച്ചതെന്ന് കാണിക്കുന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. അടുത്തത് മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അതിന്റെ പല്ല് ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടി കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അതിന്റെ ശിരസിൽ 10 കൊമ്പുകളുണ്ട്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്നല്ല 10 കൊമ്പുകളുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പെന്ന് പറയുമ്പോൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. 12 പേരിൽ ഒന്നാണ് ചെറിയ കൊമ്പ്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. 10 കൊമ്പുകളിൽ 3 കൊമ്പ് വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ, ഏത് കൊമ്പിൽ? ഈ ചെറിയ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഇതാണ് ദാനിയേൽ കണ്ട ദർശനം. ഇതൊരു വ്യാഖ്യാനം 17-ാം വാക്യം മുതൽ വായിച്ചേ. ആ 4 മഹാമൃഗങ്ങൾ, വ്യാഖ്യാനം പറയാണ്, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. അപ്പൊ 4 രാജ്യത്വമാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളും ഉള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽകൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4മത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായും ഉള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുമുള്ള വിവരം അറിവാൻ ഞാൻ ഇച്ഛിച്ചു. വായന നിർത്തിക്കുക. ഇനി പിന്നെ വായിക്കാം. 2 ദർശനം 2 പേർ കണ്ടത്. ഒന്ന് ജാതി ചക്രവർത്തി കണ്ടു, ഒന്ന് ദൈവഭക്തൻ കണ്ടു. ചക്രവർത്തി ബാബിലോൺ സാമ്രാജ്യത്തെ തങ്കം കൊണ്ടുള്ള തലയായി കണ്ടപ്പോൾ ദൈവഭക്തൻ ബാബിലോൺ സാമ്രാജ്യത്തെ കടിച്ചു കീറുന്ന മൃഗമായ സിംഹമായി കണ്ടു. ലോകങ്ങളിൽ വെച്ച് വെയിറ്റ് കൂടിയതാണ് തങ്കം. ഇതുപോലെ മൃഗങ്ങളിൽ വെച്ച് രാജാവാണ് സിംഹം. അതിന്റെ ചിറക് കഴുകിൻ ചിറകാണ്. പക്ഷിയിൽ രാജാവാണ് കഴുകൻ. എന്ന് വെച്ചാൽ ഏറ്റവും പ്രതാപത്തിൽ നിന്ന സാമ്രാജ്യം ബാബിലോൺ ആണെന്ന് കാണിക്കുന്നു. നെബൂഖദ്നേസർ ചക്രവർത്തി മേദിയ പാർസി സാമ്രാജ്യത്തെ വെള്ളിയായി കണ്ടപ്പോൾ ദാനിയേൽ അതിനെ കണ്ടത് കടിച്ചു കീറുന്ന മൃഗമായ കരടിയായിട്ടാണ്. ഇടത് കൈ മേദിരെയും വലത് കൈ പാർശ്വങ്ങളെയും കാണിക്കുന്ന പോലെ ഈ കരടിയുടെ ഒരു പാർശ്വം ഉയർന്നും ഒരു പാർശ്വം താഴ്ന്നും ഇരിക്കുകയാണ്. താഴ്ന്ന പാർശ്വം ഇടത് കൈയായ മേദിരെയും ഉയർന്ന പാർശ്വം വലത് കൈയായ പാർശ്വങ്ങളെയും കാണിക്കുകയാണ്. ഇനി ബിംബത്തിന്റെ 3-ാം ഭാഗം താമ്രമായി നെബൂഖദ്നേസർ കണ്ടപ്പോൾ ആ സാമ്രാജ്യത്തെ ദാനിയേൽ വീക്ഷിക്കുന്നത് പുള്ളിപ്പുലിയായിട്ടാണ്. അത് യവനായ സാമ്രാജ്യമാണല്ലോ. ആ യവനായ സാമ്രാജ്യത്തിൽ പുള്ളിപ്പുലിക്ക് 4 തലയാണ്. അലക്സാണ്ടർ സാമ്രാജ്യത്തിൽ 4 സേനാനായകന്മാരുണ്ടായിരുന്നു. കസാൻഡർ, ഡെസിമാക്കസ്, സെല്യൂക്കസ്, ടോളമി. അതിന് മുതുകത്ത് 4 ചിറകുണ്ടായിരുന്നു. അത് സൈന്യത്തിന്റെ വേഗതയെ കാണിക്കുകയാണ്. ഇനി നാലാമത് ആ ബിംബത്തിൽ 4-ാം ഭാഗം തുട ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു. ആ സാമ്രാജ്യത്തെ ദാനിയേൽ കാണുന്നത് ഒരു ഘോരവും ഭയങ്കരവുമായ മൃഗമായിട്ടാണ്. അവിടെ തുടയിൽ ഇരുമ്പാണെങ്കിൽ ഇതിന്റെ പല്ല് ഇരുമ്പാണ്. 2 കാലുകളിലായിട്ട് 10 വിരലുകൾ ഉണ്ടെങ്കിൽ ഇവിടെ തലയിൽ 10 കൊമ്പുകളുണ്ട്. 10 വിരലുകൾ 10 രാജ്യങ്ങളെ കാണിക്കുന്നു. 10 കൊമ്പുകളും 10 രാജ്യങ്ങളെ 10 രാജാക്കന്മാരെ കാണിക്കുകയാണ്. ദർശനങ്ങൾ 2 2 പേര് കണ്ടതാണ്. 2ന്റെയും അർത്ഥം ഒന്നാണ്. പക്ഷെ നെബൂഖദ്നേസറിന് കണ്ടത് ദാനിയേൽ കണ്ടില്ല, ദാനിയേൽ കണ്ടത് നെബൂഖദ്നേസറും കണ്ടില്ല. നെബൂഖദ്നേസർ ജനാധിപത്യ ഭരണത്തെ കണ്ടു.
ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടു. പക്ഷെ ദാനിയേലിന്റെ ദർശനത്തിൽ അത് മറഞ്ഞിരിക്കുന്നു. ദാനിയേല് ചെറിയ കൊമ്പ് അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം കണ്ടു, അത് ബിംബദർശനത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നെബൂഖദ്നേസറിനെ വെളിപ്പെടുത്തി കൊടുത്തതും ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തതും ഒരാളാണ്, 2 പേർക്കാണ്, 2 ദർശനമാണ്, അതിന്റെ അർത്ഥം ഒന്നാണ്. അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വെളിപ്പാട് ലഭിക്കും. കാരണം BC 606 മുതൽ 536 വരെ ബാബിലോൺ സാമ്രാജ്യവും, BC 536 മുതൽ BC 330 വരെ മെദിയ പാർസ്യ സാമ്രാജ്യവും, BC 330 മുതൽ BC 30 വരെ യവനായ സാമ്രാജ്യവും, BC 30 മുതൽ AD 364 വരെ റോമൻ ആധിപത്യവും, അതിനെ തുടർന്ന് ബിംബദർശനം പഠിക്കുമ്പോൾ ജനാധിപത്യ ഭരണവും, അതിനെ തുടർന്ന് ദാനിയേൽ ദർശനം പഠിക്കുമ്പോൾ ആ ജനാധിപത്യ ഭരണത്തിന്റെ ഒടുവിൽ മറഞ്ഞുപോയ റോമ സാമ്രാജ്യം 10 രാജ്യങ്ങളോടുകൂടെ എഴുന്നേറ്റ് വന്ന് അതിലധിപനായി ചെറിയ കൊമ്പ് വാഴുകയും, അവൻ വാഴുവാൻ വരുമ്പോൾ 3 രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയാണ് അവൻ ആധിപത്യം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് 3 കൊമ്പുകൾ വേരോടെ പറഞ്ഞു പോയി എന്ന് പറയുന്നത്. എന്നിട്ട് ആ കൊമ്പ് മറ്റു കൊമ്പുകളേക്കാൾ വണ്ണമുള്ളതായിരുന്നു, അതിൽ മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു വായിക്കുന്നു. അത് അന്തിക്രിസ്തുവിന്റെ 7 കൊല്ലത്തെ സാമ്രാജ്യത്തെയാണ് ഈ ചെറിയ കൊമ്പ് കാണിക്കുന്നത്. എന്നിട്ട് 2-ാം അധ്യായത്തിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കുമെന്ന് പറയുന്നു. അത് കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നടിക്കുമ്പോൾ ആ ബിംബം തകർന്നു പോകുന്നു, കല്ല് മഹാപർവ്വതമായി തീരുന്നു. അതാണല്ലോ യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം. അതിനെ സംബന്ധിച്ച് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ അതിന്റെ 9-ാം വാക്യം മുതൽ എന്ന് വായിച്ചാട്ടെ. 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ന്യായാസങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന് മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു. രാത്രി ദർശനങ്ങളിൽ ശ്രദ്ധിക്കണം, കൈതൊടാതെ കല്ല് വന്നതായിട്ട് ചക്രവർത്തി കണ്ടപ്പോൾ ദാനിയേല് അതേ ദർശനമാണ് ഇവിടെ കാണുന്നത്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അത് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടം. ഭൂമിയിൽ വാഴാൻ വരുന്നതാണ്, മധ്യാകാശത്തിലെ വരവല്ല. കൈതൊടാതെ കല്ല് വന്നതായി ചക്രവർത്തി കണ്ടപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നതായിട്ട് ദാനിയേൽ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവൻ വയോധികൻ എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അതിനെക്കുറിച്ചാണ് ബിംബദർശനത്തിൽ വായിക്കുന്നത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകുന്ന രാജ്യത്തെ സ്ഥാപിക്കുന്നത് കർത്താവിന്റെ സഹസാധ വാഴ്ചയെ കാണിക്കുകയാണ്. ഇനി 7-ാം അധ്യായത്തിൽ നേരത്തെ വായിച്ചു നിർത്തിയ ഭാഗത്തേക്ക് വന്നേ. 17-ാം വാക്യം മുതൽ വായിച്ചു നിർത്തിയ ഭാഗം മുതൽ വായിച്ചേനി. വയോധികനായവൻ വന്നു അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം. കാലം വരുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്, ആ കൊമ്പ് അഥവാ ചെറിയ കൊമ്പാകുന്ന ആന്റി ക്രൈസ്റ്റ് വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്തു പറഞ്ഞാൽ മഹാപീഡന കാലത്തുള്ള യഹൂദന്മാരോട് യുദ്ധം ചെയ്യുന്ന കാര്യമാണ്. യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞതോ, 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ അത് കർത്താവ് മധ്യാകാശത്തിൽ വന്ന ശേഷം സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം അന്തിക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ 7 വർഷം ഉണ്ടായിരിക്കും. വായിച്ചു. എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. ഇനി ഭാവിയിൽ 10 രാജാക്കന്മാർ എഴുന്നേൽക്കാൻ പോവുകയാണ്. അവരുടെ ജനസമൂഹക്കടലിൽ ആണ്ടുപോയ റോമാ സാമ്രാജ്യം ഇന്ന്
റോമാ സാമ്രാജ്യത്തിന്റെ അതേ മഹത്വത്തിൽ ലോകത്തിലില്ല. ജനാധിപത്യ ഭരണ വ്യവസ്ഥിതിയാണ് ലോകത്തിലിരിക്കുന്നത്. എന്നാൽ പ്രാചീന റോമാ സാമ്രാജ്യം കർത്താവ് എന്ന സഭയെ ചേർത്ത ശേഷം ഈ ജനസമൂഹ കടലിൽ നിന്ന് പൊങ്ങി വരും. എന്ന് വെച്ചാൽ മധ്യപൂർവ്വദേശത്ത് 10 രാജ്യസംഘടന ഉണ്ടാകും. അത് ഇപ്രകാരമായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം AD 1914 ആരംഭിച്ച് 18 അവസാനിച്ചപ്പോൾ സർവ്വരാജ്യ സംഘടനയുടെ തീർപ്പിലാണ് അത് അവസാനിച്ചത്. അതോടെ യഹൂദന് പലസ്തീൻ നാട്ടിലേക്ക് കുടിയേറിപ്പാർക്കാൻ അനുവാദം കിട്ടി. രണ്ടാം ലോക മഹായുദ്ധം AD 1939 ആരംഭിച്ച് 1945 അവസാനിച്ചു. അത് അങ്ങനെ ആ യുദ്ധം നടക്കാൻ കാരണം സർവ്വരാജ്യ സംഘടന തകർന്നു പോയതുകൊണ്ടാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ തീർപ്പിലാണ്. അങ്ങനെ യഹൂദന് പലസ്തീൻ നാട്ടിൽ സ്വന്തമായി രാഷ്ട്രം സ്ഥാപിക്കുവാൻ ആ സംഘടന അനുമതി നൽകി. ഇപ്പോൾ ലോകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് UNO ആണ്, ഐക്യരാഷ്ട്രസമിതിയാണ്. UNO നിലവിലിരിക്കുന്നിടത്തോളം കാലം 10 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ഭരണം ലോകത്തിൽ വരിക സാധ്യമല്ല. അതുകൊണ്ട് UNO തകരണം. UNO തകരണമെങ്കിൽ ഒരു യുദ്ധം നടക്കേണ്ടത് ആവശ്യമാണ്. ആ യുദ്ധത്തെക്കുറിച്ചാണ് എഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ വായിക്കുന്നത്. റഷ്യ ഇസ്രായേൽ സംഘട്ടനം. ആ സംഘട്ടനം യേശു വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ സംഘടന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരികയോ അല്ലെങ്കിൽ കർത്താവ് വന്ന സഭയെ ചേർത്ത ശേഷം ഉടനെ ആ സംഘടന നടക്കുകയോ ചെയ്യാം. ഏതായാലും ഒരു സംഘടനത്തോടുകൂടെ UNO തകരുകയും ആ സംഘടനത്തിന്റെ പര്യാവസാനത്തോടുകൂടെ ഇസ്രായേലിന് അനുകൂലമായിട്ടൊരു ലോക നേതാവ് ഉടമ്പടി ഒപ്പുവെച്ചുകൊണ്ട് രംഗത്തേക്ക് വരും. അവനാണ് ആന്റി ക്രൈസ്റ്റ്. അങ്ങനെ 10 രാജ്യസംഘടന മധ്യപൂർവ്വദേശത്ത് ഉടലെടുക്കുകയും ആ രാജ്യസംഘടന ലോകഭരണം കയ്യേൽക്കുവാൻ വേണ്ടി മുമ്പോട്ട് വരുമ്പോൾ പഴയ സിറിയയിൽ നിന്ന് ബലവാനായ ഒരുവൻ വന്ന് 10 രാജ്യങ്ങളിൽ 3 കീഴ്പ്പെടുത്തി ആധിപത്യം പ്രാപിക്കും. അവനാണ് വെളിപ്പാട് 13-1 മുതൽ 10 വരെ വായിക്കുന്ന മൃഗം അഥവാ ആന്റി ക്രൈസ്റ്റ്. അവന്റെ ഭരണം ഈ ലോകത്തിൽ 7 കൊല്ലം ഉണ്ടായിരിക്കും. അത് അവസാനിക്കുമ്പോഴാണ് കർത്താവ് ഭൂമിയിൽ വന്ന് തന്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അവിടെയാണ് അത്യുന്നതന്റെ വിശുദ്ധന്മാരായ യഹൂദന്മാരും ദൈവമക്കളാകും നമ്മളും വാഴാൻ പോകുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രവചനങ്ങൾ ഇതുവരെയുള്ളതെല്ലാം അക്ഷരപ്രകാരം നിറവേറിയെങ്കിൽ ഇനിയുള്ളതും അക്ഷരപ്രകാരം നിറവേറും. ഇനി താഴെ വായിച്ചേ. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. ആന്റി ക്രൈസ്റ്റിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും. ഇത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലുണ്ട്. ഈ ഭാഗം മറിക്കാതെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ വായിച്ച് ഈ ഭാഗം മറിക്കരുത്. ഇതേ കാര്യം വെളിപ്പാടിൽ പറയുന്നുണ്ട്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും കണ്ടോ, ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. ഇത് തന്നെയാ ദാനിയേലിലും പറയുന്നത്. ഈ ദാനിയേൽ വായിച്ച ഭാഗം എടുത്ത് വായിച്ചേ. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും. ഈ വെളിപ്പാടിൽ പറയുന്ന കാര്യം തന്നെ ഇവിടെ പറയുകയാണ്. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്തത് കാലവും കാലങ്ങളും കാലാംശവും. കാലം 1 വർഷം, കാലങ്ങൾ 2 വർഷം, കാലാംശം 1/2 വർഷം, ഒടുവിലത്തെ പകുതി 3.5 വർഷമാണ്. അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. യഹൂദന്മാർ അന്തിക്രിസ്തുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ സ്വർഗത്തിൽ ഒരു ന്യായവിസ്താര സഭ കൂടുന്ന രംഗം വെളിപ്പെടുത്തുകയാണ്. അതേ വെളിപ്പാടാണ് വെളിപ്പാട് 4-5 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. വെളിപ്പാട് 4-5 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നതായ ന്യായവിസ്താര സഭ തന്നെയാണ് ദാനിയേൽ 7-9-10 വാക്യങ്ങളിൽ ദർശിക്കുന്ന ന്യായവിസ്താര സഭ 2-3 തന്നെ. അത് ചേർത്ത് വെച്ച് പഠിച്ചാൽ ഇങ്ങനെയാണ്. BC 606 മുതൽ 536 വരെ ബാബിലോൺ സാമ്രാജ്യവും, BC 536 മുതൽ 330 വരെ ഗ്രീസ് സാമ്രാജ്യവും മെദിയ പെർഷ്യ സാമ്രാജ്യവും, BC 330 മുതൽ BC 30 വരെ ഗ്രീസ് സാമ്രാജ്യവും, BC 30 മുതൽ AD 364 വരെ റോമൻ സാമ്രാജ്യവും, അതിനെ തുടർന്ന് റോമൻ സാമ്രാജ്യം ജനസമൂഹക്കടലിൽ മാണ്ടുപോയിട്ട് ജനാധിപത്യ ഭരണം നിലവിലിരിക്കുന്ന സമയത്താണ് ഇവിടെ ഭൂമിയിൽ ദൈവസഭ നിലവിലിരിക്കുന്നത്.
സ്തോത്രം. AD 31 യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റത്. AD 31 സഭ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് ലോകത്തിൽ നിലവിലുന്നത് റോമൻ സാമ്രാജ്യമാണ്. തിബിരിയാസിന്റെ കാലത്താണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. അന്നത്തെ യഹൂദിയിലെ നാടുവാഴി പീലാത്തോസ് ആയിരുന്നു. ഔഗുസ്തോസിന്റെ കാലത്ത് യേശു ജനിച്ചു. തിബിരിയാസിന്റെ കാലത്ത് യേശു മരിച്ചു. രണ്ടുപേരും റോമാ ചക്രവർത്തിമാരാണ്. പിന്നീട് നീറോ മുതൽ ഡയോക്ലിഷ്യൻ വരെ 10 മതവീടുകളുണ്ടായി സഭയ്ക്ക്. അങ്ങനെ AD 364 സഭ ലോകത്തിലുള്ള സമയമാണ്. അപ്പൊ സഭയുടെ കാലയളവിലാണ് റോമാ സാമ്രാജ്യവും ജനാധിപത്യ ഭരണവും ഈ ലോകത്തിൽ നിലവിലിരിക്കുന്നത്. സഭയുടെ പ്രാരംഭഘട്ടത്തിൽ റോമൻ സാമ്രാജ്യമായിരുന്നു നിലവിലിരുന്നത്. സഭയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ജനാധിപത്യ ഭരണം ഇതാ ലോകത്തിൽ നിലവിലിരിക്കുകയാണ്. AD 364 തുടർന്ന് ഉണ്ടായതായ ജനാധിപത്യ വ്യവസ്ഥിതി ഇതാ ഈ 2011 വരെ നിലനിൽക്കുകയാണ്. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ ജനാധിപത്യ ഭരണം നിലവിലിരിക്കുന്ന സമയത്ത് സഭ ഭൂമിയിലുണ്ടല്ലോ. അതാണ് വെളിപ്പാട് 1, 2, 3 അധ്യായങ്ങൾ സഭാകാലം. ഞാൻ ഈ ക്ലാസ്സിൽ പറയുകയുണ്ടായി. 1-ാം അധ്യായത്തിൽ ശിരസായ ക്രിസ്തു, 2, 3 അധ്യായങ്ങളിൽ സഭ, ശരീരമായ സഭ. സഭാകാലമാണ് വെളിപ്പാട് 1, 2, 3 അധ്യായങ്ങൾ. അപ്പോൾ സഭാകാലത്താണ് ഇവിടെ റോമൻ സാമ്രാജ്യവും ജനാധിപത്യ വ്യവസ്ഥയും നിലവിലിരിക്കുന്നത്. ഇനി വെളിപ്പാട് 4:1 യേശു മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർക്കുന്ന രംഗം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ജനാധിപത്യ ഭരണത്തിന്റെ ഒടുവിൽ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർക്കും. തുടർന്ന് 4-5 അധ്യായങ്ങളിൽ സ്വർഗത്തിൽ സഭയെത്തിയ ശേഷം സ്വർഗത്തിലെ ഒരു ന്യായവിസ്താര സഭ ഇരിക്കുകയാണ്. 4-5 അധ്യായങ്ങളിൽ അതേ വിഷയം തന്നെ ദാനിയേൽ 7, 9, 10 അധ്യായങ്ങൾ കൊടുത്തിരിക്കുക. ഈ 2 ന്യായവിസ്താര സഭ ഒന്ന് തന്നെ. എന്തിനു വേണ്ടി? യേശു മേഘത്തിൽ നിന്ന് സഭയെ ചേർത്ത് കഴിഞ്ഞ ഉടനെ ഈ ഭൂമിയിൽ അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം നിലവിൽ വന്നു. ജനസമൂഹക്കടലിൽ ആണ്ടുപോയ റോമാ സാമ്രാജ്യം പൊങ്ങി വന്ന് അതിന്റെ അധിപനായി അന്തിക്രിസ്തു ലോകത്തെ വാഴുകയാണ്. അവന്റെ വാഴ്ചയ്ക്ക്, അന്തിക്രിസ്തുവിനും അവന്റെ ആധിപത്യത്തിനും അന്തം വരുത്തുവാൻ വേണ്ടി കൂടുന്നതായ ന്യായവിസ്താര സഭയാണ് വെളിപ്പാട് 4-5 അധ്യായങ്ങളിലും ദാനിയേൽ 7, 9, 10 വാക്യങ്ങളിലുമായിട്ട് കാണുന്നത്. ആ ന്യായവിസ്താര സഭ 7 വർഷം സ്വർഗത്തിൽ കൂടും. 7 വർഷം കഴിയുമ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതോടെ അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം അവസാനിക്കുകയാണ്. അന്തിക്രിസ്തു സാമ്രാജ്യം അവസാനിച്ച ശേഷമാണ് കർത്താവിന്റെ ശിലാ സാമ്രാജ്യം, സമത്വ സുന്ദരമായൊരു ഭരണം ഈ ലോകത്തിൽ വരുന്നത്. അന്ന് നമ്മൾ കർത്താവിനോടുകൂടെ വാഴും. ഈ ചിന്ത വെച്ചുകൊണ്ട് ഇനിയുള്ള ഭാഗം വായിച്ചു. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള. പിന്നെ എന്ന് പറഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ ശേഷം, മേദിയ സാമ്രാജ്യം, പാർസ്യ സാമ്രാജ്യം കഴിഞ്ഞ ശേഷം, ഗ്രീസ് സാമ്രാജ്യം കഴിഞ്ഞ ശേഷം, റോമൻ സാമ്രാജ്യം കഴിഞ്ഞ ശേഷം, ജനാധിപത്യ ഭരണം കഴിഞ്ഞ ശേഷം, കർത്താവ് വന്ന് സഭയെ ചേർത്ത ശേഷം 7 വർഷത്തെ മഹാപീഡനകാലം അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം, പ്രാചീന റോമാ സാമ്രാജ്യ ജനസമൂഹക്കടലിൽ നിന്ന് പൊങ്ങി വന്ന് അന്തിക്രിസ്തുവിന്റെ അധിപനായി 7 കൊല്ലം ഭരിച്ച ശേഷം യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്നപ്പോൾ ചേർക്കപ്പെട്ട സഭയുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അന്തിക്രിസ്തു സാമ്രാജ്യത്തിന് അന്തം വരുത്തി. കണ്ടോ, കൈ തൊടാതെ കല്ല് വന്നപ്പോൾ സാമ്രാജ്യബിംബം തകർന്നു പോയതുപോലെ ഈ ലോക സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു പോയി. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച ഇവിടെ ആരംഭിക്കും. ആമേൻ. താഴെ വായിച്ചേ. പിന്നെ രാജ്യത്വം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ, 2-ാം വരവിന്റെ 2-ാം ഘട്ടത്തോടുകൂടെ പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാമുള്ള മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകും. യേശുക്രിസ്തുവിന്റെ രാജ്യത്വം നിത്യരാജ്യത്വവും സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. സകല ആധിപത്യങ്ങളും യേശുക്രിസ്തുവിന്റെ ആധിപത്യം സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി എന്ന് വെച്ചാൽ ഈ ലോക രാഷ്ട്രീയത്തിന്റെ സമാപനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ വീണ്ടും ജനിക്കാത്ത ഒറ്റ രാഷ്ട്രത്തലവന്മാർക്കും പറയാൻ കഴിയുകയില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയും. ഈ പറയുന്നത് പോലെയാണ് ഈ ലോക രാഷ്ട്രങ്ങളുടെ സമാപനം എന്ന് വെച്ചാൽ ബാബിലോൺ സാമ്രാജ്യം അധപ്പതിച്ച്, മേദിയ പാർസ്യ സാമ്രാജ്യം അധപ്പതിച്ച്, യവനായ സാമ്രാജ്യം അധപ്പതിച്ച്, റോമൻ ആധിപത്യം അധപ്പതിച്ച്, ജനാധിപത്യ ഭരണം അധപ്പതിച്ച്, അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യവും കൂടെ അധപ്പതിച്ച ശേഷമാണ്
കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ലോകരാഷ്ട്രത്തിന്റെ സമാപനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഭരണം നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന്. അപ്പൊ ജനാധിപത്യ ഭരണ വ്യവസ്ഥയുടെ അവസാന ഘട്ടത്തേക്ക് നമ്മൾ വന്നിരിക്കുക. ഇതുവരെയുള്ള പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ, ബാബിലോൺ തകർന്ന മേദിയാപ്പാസ്യ വന്നെങ്കിൽ, മേദിയാപ്പാസ തകർന്ന് ഗ്രീസ് പ്രവചനം നിറവേറി വന്നെങ്കിൽ, ഗ്രീസ് തകർന്ന് പ്രവചനം നിറവേറി റോമൻ ആധിപത്യം വന്നെങ്കിൽ, പ്രവചനം നിറവേറി റോമൻ ആധിപത്യം തകർന്ന് ജനാധിപത്യ ഭരണം വന്നെങ്കിൽ, ഈ ജനാധിപത്യ ഭരണം തകർന്ന് ഇതുവരെയുള്ള പ്രവചനം നിറവേറിയതുപോലെ അന്തിക്രിസ്തു സാമ്രാജ്യം ഇവിടെ വരും. അത് പ്രവചനം നിവൃത്തിയായി 7 വർഷം മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇതുവരെയുള്ള പ്രവചനങ്ങൾ അച്ചിട്ട പോലെ നിറവേറിയതുപോലെ, ഒരു തടമുടി നാരിഴയ്ക്ക് വ്യത്യാസം വരാതെ നിറവേറിയതുപോലെ യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം ഇവിടെ വരും. നമ്മൾ അവന്റെ കീഴിൽ വാഴും, യാതൊരു സംശയവും ഇല്ല. നമ്മളെ വീണ്ടെടുപ്പ് എടുത്തു വരുന്നതുകൊണ്ട് നമുക്ക് നിവർന്ന് തലവെക്കാം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിൻ രക്തദാഹമെടുക്കുകയാണ്. ക്രൂശിലെ രക്തദാഹമെടുക്കുകയാണ്. കാൽവരി രക്തദാഹമെടുക്കുകയാണ്. സാത്താന്റെ തലയെ തകർത്ത യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. മാർഗാന കെട്ടുന സാധുവിനെ കെട്ടുന വകത്തരാലിക ശംദാസ് രക്തം ജയം അടകലഗജഗടഗദിവ വരികാലഗക്ഷം മനകം സന്തും മനകം ശത്തുനേസി വാൽഗോരഗഡപ്പരഗ ജാതുര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഉടകലഗജഗടഗദികാരഗക്ഷകരകം സത്തുരേ പരഗജാതുൽ അമനമാനകം സന്തുരം മനഗക്ഷാനകം സത്തുരാലകം വാൽഗോരഗഡപ്പരികം ലാജുവേരസ വാഗുത്തിരേ പരിഗജമുട്ടരവനികോ സന്തുക്കരികം ശത്തുനാലികമം അഗമാനക സകുതകാലക ജഗുതഗട്ടുരലഗജീ പരോച്ചിയാരം വേഗേനിമാലക ജഗുതകേ സന്തുരേ കമനഗക്ഷുനി മകുതം മാക്ഷിയോ രംഗ സത്തുനാലഗജഗടഗ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത ഭാഗമാണ് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം. ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും ദർശനം. മഹാമൃഗങ്ങളുടെ ദർശനം കഴിഞ്ഞ് 2 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ ദാനിയേൽ പ്രവാചകൻ മറ്റൊരു ദർശനം കണ്ടു. അതാണ് 8-ാം അധ്യായത്തിൽ കാണുന്നത്. ആ ദർശനത്തിന്റെ പേര് ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും ദർശനം. വായിക്കാം. അതിന്റെ 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ച്. എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം, ആദിയിൽ ഉണ്ടായി എന്ന് പറഞ്ഞ 7-ാം അധ്യായത്തിൽ ഉണ്ടായ കാര്യമാണ്. ബേൽഷസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ആദ്യത്തെ ദർശനം കണ്ട് 2 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ദർശനമുണ്ടായി. ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനി, പേർഷ്യയുടെ തലസ്ഥാനമാണ് ശൂഷൻ രാജധാനി ആയിരുന്ന ശൂഷനിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ഊലായി നദി. ശൂഷൻ രാജധാനിയിൽ ആയിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ദർശനത്തിൽ ദാനിയേല് ഊലായി നദിയുടെ തീരത്ത് നിൽക്കുന്നതായി കാണുന്നു. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ. ഇതാ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ. കാണാൻ കഴിയുന്നുണ്ടോ? ചെറിയ ചിത്രമാ. 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ. 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത്. അപ്പൊ ആട്ടുകൊറ്റന് 2 കൊമ്പുണ്ട്. ഒന്ന് മറ്റൊന്നിനേക്കാൾ നീളം കൂടിയതാണ്. അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്നവനും ആരുമില്ല. അതിഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടി പോന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ ഇത് ആട്ടുകൊറ്റൻ എന്ന് പറഞ്ഞാൽ ചെമ്മരി ആട്ടുകൊറ്റൻ. ഇത് കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു.
സർവ്വഭൂതലത്തിലും കൂടി വന്നു, പടിഞ്ഞാറ് നിന്ന് വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. കോലാട്ടുകൊറ്റന്റെ പ്രത്യേകത രണ്ട് കണ്ണിന്റെയും നടുവിൽ, തലയിൽ മുകളിലല്ല, രണ്ട് കണ്ണിന്റെയും നടുവിൽ മുൻപിൽ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട രണ്ട് കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. ഈ കോലാട്ടുകൊറ്റൻ വരുന്നത് വരെ ആട്ടുകൊറ്റനായിരുന്നു ഒന്നാമനായി നിന്നത്. പക്ഷേ ഈ ആട്ടുകൊറ്റന്റെ നേരെ കോലാട്ടുകൊറ്റൻ വരികയാണ്. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. ആട്ടുകൊറ്റനോട് കോലാട്ടുകൊറ്റൻ അടുക്കുന്നത് ദാനിയേൽ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു. അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. കണ്ണുകളുടെ നടുവിലുള്ളതായ വലിയ കൊമ്പ് തകർന്നുപോയി. ബലപ്പെട്ടപ്പോൾ അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ, അത് തകർന്നു പോയ ശേഷം അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പുകൾ മുളച്ചു വന്നു. ആ കോലാട്ടുകൊറ്റന്റെ തലയിൽ 4 കൊമ്പുകൾ മുളച്ചു വന്നു. എപ്പോൾ? നടുവിൽ, ഈ 2 കണ്ണുകൾ നടുവിലുള്ള കൊമ്പ് പോയ ശേഷം. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. ചെറിയ കൊമ്പ് എന്ന് പറയുമ്പോൾ ഓർമ്മ വേണം, ആരാണ് ചെറിയ കൊമ്പ്? ആന്റി ക്രൈസ്റ്റ്. ആ 4 കൊമ്പിൽ ഒന്നിൽ നിന്ന് ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. ഇതിന്റെ വ്യാഖ്യാനം 20-ാം വാക്യം മുതൽ വായിച്ചാൽ കാണാൻ കഴിയും. ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ. കണ്ടോ, 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. അപ്പൊ മേദ്യ പാർസ്യ സാമ്രാജ്യമാണ്. ഇവിടെ മേദ്യ പാർസ്യ സാമ്രാജ്യം സമ്മിശ്ര ലോകബിംബത്തിൽ നെഞ്ചുഭാഗമാണ്. മഹാമൃഗങ്ങളുടെ ദർശനത്തിൽ കരടിയാണ്. ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും ദർശനത്തിൽ ആട്ടുകൊറ്റനാണ്. അപ്പൊ ബിംബദർശനത്തിൽ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതും, മൃഗദർശനത്തിൽ കരടിയും, ഈ 8-ാം അധ്യായത്തിൽ ദർശനത്തിൽ ആട്ടുകൊറ്റനും ഒരേ അർത്ഥം തന്നെയാണ്. 3ഉം മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. നെഞ്ചുഭാഗത്ത് 2 കൈയുണ്ട്, വലത് കൈ ഇടത് കൈ. മേദ്യര് പാർശ്യര്. കരടിക്ക് ഉയർന്ന പാർശ്വം താഴ്ന്ന പാർശ്വം. മേദ്യര് പാർശ്യര്. ആട്ടുകൊറ്റന് 2 കൊമ്പ്, അതിൽ വലിയ കൊമ്പ് ഒടുക്കം മുളച്ചു വന്നതാണ്. അത് പാർശ്യരെ കാണിക്കുന്നു, ചെറിയ കൊമ്പ് മേദ്യരെ കാണിക്കുന്നു. അർത്ഥം ഒന്ന് തന്നെ. പരുപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും, അത് ഗ്രീസ് സാമ്രാജ്യത്തെ കാണിക്കുകയാണ്. കണ്ടോ, അത് ബിംബദർശനത്തിൽ താമ്രം കൊണ്ടുള്ളതായ വയറുമരയുമാണ്. അത് മഹാമൃഗങ്ങളുടെ ദർശനത്തിൽ പുള്ളിപ്പുലിയാണ്. അത് ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റ ദർശനത്തിൽ കോലാട്ടുകൊറ്റനാണ്. ഇത് 3ഉം ഒരേ അർത്ഥമാണ്. അലക്സാണ്ടറിന്റെ യവനായ സാമ്രാജ്യത്തെ കാണിക്കുന്നു. അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ്, ഒന്നാമത്തെ രാജാവ്, അത് അലക്സാണ്ടറിനെ കാണിക്കുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കാണിക്കുന്നു. അത് തകർന്ന ശേഷം അപ്പോ അലക്സാണ്ടറിന്റെ മരണമാണ് അത് തകർന്നു എന്ന് പറയുന്നത്. ബാബിലോണിനെ ആക്രമിച്ച് മേദ്യ പാർസ്യ സാമ്രാജ്യം നിലവിൽ വന്നു. മേദ്യ പാർസ്യക്കാരെ തോൽപ്പിച്ച് യവന രാജാവായ അലക്സാണ്ടർ സാമ്രാജ്യം സ്ഥാപിച്ചു. അലക്സാണ്ടർ ഗ്രീസിലെ ഒരു സാധാരണ രാജാവായിരുന്നു. മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിന്റെ മകനായിരുന്നു അദ്ദേഹം ഗ്രീസിലെ ഒരു സാധാരണ രാജാവായിരുന്നു. 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഗ്രീസിന്റെ രാജാവായത്. 26 വയസ്സ് വരെ ഒരു സാധാരണ രാജാവായിട്ട് അലക്സാണ്ടർ ഭരണം നടത്തി. 26-ാമത്തെ വയസ്സിൽ മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്റെ യവനായ സാമ്രാജ്യം താൻ സ്ഥാപിച്ചു. അവൻ സാമ്രാജ്യത്തിൽ സാമ്രാട്ടായിരുന്നത് 7 വർഷമാണ്. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. 33-ാമത്തെ വയസ്സ് ആയിട്ടും അവൻ വിവാഹിതനല്ലായിരുന്നു. കാരണം കല്യാണം കഴിക്കാൻ സമയമില്ല, യുദ്ധം ചെയ്ത് നടക്കുക. ചിലരുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് കല്യാണം കഴിക്കാൻ സമയമില്ല. അങ്ങനെ അവിവാഹിതനായിരുന്നു. അതുകൊണ്ട് തനിക്ക് മക്കളില്ലായിരുന്നു. 33-ാമത്തെ വയസ്സില് ഒരു യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി മടങ്ങി വന്ന് ആ വിജയം ഘോഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മൊത്തം നിറച്ചിരിക്കുന്ന പനിനീരാണ്.
നമ്മുടെ വീട്ടിൽ ദേഹത്തൊക്കെ ആദ്യമൊക്കെ പനിനീര് വീഴുന്നു. വല്ലവൻ്റെ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ തളിക്കുമ്പോൾ ചില തുള്ളികൾ പനിനീര് വീഴുക, ചിലത് അത് കിട്ടാൻ വേണ്ടി അങ്ങ് കയറി നിൽക്കും, കുറച്ച് പനിനീര് കിട്ടാൻ. ഇത് പനിനീർ നിളച്ച കുളത്തിലെ പുള്ളി മദ്യം കഴിച്ച് മതോന്മത്തനായി ഒരു രാത്രി മുഴുവൻ തരുണീമണികളോടുകൂടെ കുളിച്ചു. അത് ഒടുക്കത്തെ കുളിയായിരുന്നു. മദ്യം കഴിച്ച് ലഹരി പിടിച്ചതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല, രാത്രി മുഴുവൻ അങ്ങ് കുളിച്ചു. നേരം വെളുത്തപ്പോൾ തനിക്ക് ചെറിയ തോതിൽ പനി തുടങ്ങി. താൻ പള്ളിമത്തയിൽ കയറി കിടന്നു, ജ്വരമായി മൂർച്ഛിച്ചു പനി. അപ്പൊ ചക്രവർത്തിക്ക് മനസ്സിലായി ഇതോടെ പോക്ക. അപ്പോൾ തന്റെ 4 സേനാനായകന്മാരെ വിളിച്ചു വരുത്തി, കസാൻഡറിനെയും ഡെസിമാക്കസിനെയും സെല്യൂക്കസിനെയും ടോളമിയെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവം വിലാപയാത്രയായി കൊണ്ടുപോകുമ്പോൾ ശവപ്പെട്ടിയുടെ 2 സൈഡുകളിൽ 2 ദ്വാരമുണ്ടാക്കി എൻ്റെ കൈകൾ രണ്ടും വെളിയിലേക്കിടണം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം വെട്ടിപ്പിടിച്ചു, മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് എല്ലാവരും അറിയട്ടെ. ഇത് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം മരിച്ചത്. 33-ാമത്തെ അത് തകർന്നു പോയി എന്ന് പറയുന്നു. അങ്ങനെ തന്നെ സേനാനായകന്മാർ അദ്ദേഹത്തോട് ചെയ്തു. ഒന്നും ഇവിടെ ഒന്നും കൊണ്ടുപോയില്ല. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? തകർന്നു പോയതിനു ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ? അതിന്റെ തലയിൽ 4 കൊമ്പ് പകരം മുളച്ചു വന്നത് സേനാനായകന്മാര് തീരുമാനിച്ചു. ചക്രവർത്തിക്ക് തലമുറയില്ല. 2 പ്രാസം അല്ലെങ്കിൽ 1 മാസം പ്രായമുള്ള ഒരു കുട്ടി ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരാ കുഞ്ഞിനെ രാജാവായിട്ട് വാഴിച്ചിട്ട് അവര് ഭരണം നടത്തിയേനെ. പക്ഷേ അങ്ങനെ ഒരു തലമുറ ഇല്ലാത്തതിനാൽ അവർ തീരുമാനിച്ചു, നമ്മൾ 4 പേര് സമന്മാരാണ്, അതുകൊണ്ട് നമ്മളിൽ ഒരാൾ രാജാവായാൽ ശരിയാകത്തില്ല. ഈ സമന്മാർ വരുമ്പോഴാണല്ലോ ഈ ഒരുമിച്ച് പോകാൻ പറ്റാതെ വരുന്നേ. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, നമുക്ക് സാമ്രാജ്യം പങ്കിട്ടെടുക്കാം. അങ്ങനെ മാസിഡോണിയ, ഏഷ്യ മൈനർ, സിറിയ, ഈജിപ്റ്റ് എന്നിങ്ങനെ 4 സേനാനായകന്മാര് യവനായ സാമ്രാജ്യം പങ്കിട്ടെടുത്തു. അങ്ങനെ 4 രാജാക്കന്മാർ വന്നു അലക്സാണ്ടറിന്റെ മരണശേഷം. അതാണ് ഈ കൊമ്പ് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് തലയിൽ മുളച്ചു എന്ന് പറയുന്നത്. ഇനി വായിച്ചേ. 4 രാജ്യം ഇതെല്ലാം ചരിത്രത്തിൽ നിറവേറി. 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. കണ്ടോ, ആ ജാതിയിൽ നിന്ന് 4 രാജ്യം ഉത്ഭവിക്കുമെന്ന് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു 1ആയിട്ട് നിൽക്കാതെ, 2ആയിട്ട് പങ്കിടാതെ, 5ആയിട്ട് പങ്കിടാതെ, 4ആയിട്ട് തന്നെ പങ്കിട്ടു. ഈ 4 സേനാനായകന്മാർ ഒരാള് നേരത്തെ മരിച്ചു പോയിരുന്നെങ്കിൽ 4ആയി പങ്കിടത്തില്ല, പ്രവചനം തെറ്റും, മരിക്കത്തില്ല, പ്രവചനം നിറവേറും. ചക്രവർത്തി മരിക്കണം, ഇവർ മരിക്കാൻ പാടില്ല. കണ്ടോ, പ്രവചനത്തിന് നിവൃത്തിയായി. ദൈവം ഒരു പ്രവചനം പറഞ്ഞാൽ അത് നിറവേറാൻ വേണ്ടി നമ്മള് കൈത്താങ്ങൊന്നും കൊടുക്കേണ്ട ദൈവത്തിന്. ദൈവം തന്നെ എല്ലാം ചെയ്തോളൂ. ദൈവത്തിന്റെ പ്രവചനം നിറവേറ്റാൻ നമ്മുടെ ആരുടെയും ശുപാർശ വേണ്ട, നമ്മുടെ ആരുടെയും കൈത്താങ്ങൽ വേണ്ട. ഉഷ പെട്ടകത്തെ താങ്ങി തൽക്ഷണം അവൻ വീണ് മരിച്ചുപോയി. ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തിക്ക് വേണ്ടി നമ്മളാരും കൈത്താങ്ങൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവം തന്നെ എല്ലാം ചെയ്യും. അതിനുള്ള എല്ലാ വഴികളും ദൈവം തമ്പുരാൻ ഒരുക്കും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് താഴെ വായിച്ചേ. 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോടെ അല്ലതാനും. അതിന്റെ ശക്തിയോടെ എന്ന് വെച്ചാൽ അലക്സാണ്ടറിന്റെ ആ മഹാസാമ്രാജ്യത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല. 4 ശക്തി കുറഞ്ഞല്ലോ 4ആയി പങ്കിട്ടപ്പോൾ. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ ശക്തിയോടെ അല്ലതാനെന്ന് പറയുമ്പോൾ അവന്റെ തലമുറകളല്ല, വേറെ കുടുംബത്തിൽപ്പെട്ടവരവര്. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അതാണ് 4 കൊമ്പിൽ ഒന്നിൽ നിന്ന് ചെറിയ കൊമ്പ് മുളച്ചു വന്നത്. ആന്റി ക്രൈസ്റ്റിന്റെ വേറെ പേരാണ്. ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. കണ്ടോ, അവന്റെ അധികാരം വലുതായിരിക്കും. അത് അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യമാണ്. സ്വന്തം ശക്തിയാൽ അല്ലതാനും സാത്താൻ അവന് അധികാരം കൊടുക്കും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. ഇവിടെയും വിശുദ്ധന്മാരെ ഉപദ്രവിക്കുന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയാണ്. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന്. അത് ഹർമഗദ്ദോൻ യുദ്ധത്തിലാണ്. യേശുക്രിസ്തു അവന്റെ ഭരണത്തിന്റെ ഒടുവിൽ ആകാശമേഘങ്ങളെ വാഹനമാക്കി മധ്യാകാശത്ത് സഭയെ ചേർത്ത കർത്താവ് അശ്വരൂഢനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും.
അപ്പോൾ കർത്താവിനോട് എതിർത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഹർമഗദ്ദോൻ യുദ്ധമാണ്. കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. കണ്ടോ, അവന്റെ അന്ത്യത്തെ കുറിച്ച് പറയുകയാണ്, കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. അതാണ് കൈ തൊടാതെ വന്ന കല്ല് വന്നിടിച്ചപ്പോൾ സാമ്രാജ്യം പോയതുപോലെ ഇവരെന്ത് ചെയ്യും? കൈ തൊടാതെ അന്ത്യക്രിസ്തു തകർന്നു പോകും. സന്ധ്യകളെയും ഉഷസ്സുകളെയും മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലെ വിഷയം ഈ ചാർട്ടിൽ കൊടുത്തിട്ടില്ല. അത് വടക്കേ രാജാവിനെയും തെക്കേ രാജാവിനെയും കുറിച്ചുള്ള ദർശനമാണ്. എന്താണ് വടക്കേ രാജാവിനെയും തെക്കേ രാജാവിനെയും കുറിച്ചുള്ള ദർശനം? പ്രവചനങ്ങളിൽ അതിഗഹനമായൊരു ഭാഗമാണ് ദാനിയേൽ 11. അതിലെ പല ഭാഗങ്ങളും നിറവേറിയതാണ്, എന്നാൽ ഇനി നിറവേറാനുള്ളതുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എന്താണ് അവിടെ ഈ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ വടക്കേ രാജാവ് തെക്കേ രാജാവ് എന്നുള്ള പ്രയോഗം കാണാൻ കഴിയും. അതെന്താണെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. എന്താണ് വടക്കേ രാജാവ്, വടക്കേ രാജ്യം? എന്താണ് തെക്കേ രാജാവ്, തെക്കേ രാജ്യം? മൂന്നാമത്തെ സാമ്രാജ്യമാണല്ലോ അലക്സാണ്ടറിന്റെ യവനായ സാമ്രാജ്യം. അലക്സാണ്ടർ മരിച്ച ശേഷം ആ സാമ്രാജ്യം 4ആയി പങ്കിട്ടെടുത്തല്ലോ. അത് കസാൻഡർ, ഡെസിമക്കസ്, സെല്യൂക്കസ്, ടോളമി എന്നിവരാണ് ഇത് വിഭജിച്ചെടുത്തത്. മാസിഡോണിയ, ഏഷ്യ മൈനർ, സിറിയ, ഈജിപ്റ്റ് എന്ന രീതിയിൽ പകുത്തെടുത്ത ശേഷം ഈ ചക്രവർത്തിമാര് സമാധാനമായിരിക്കാതെ തമ്മിൽ യുദ്ധം ചെയ്തു. ഈ 4 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ ചരിത്രത്തിൽ സംഭവിച്ചത്, സിറിയക്കാര് ഏഷ്യ മൈനറും മാസിഡോണിയയും പിടിച്ചെടുത്തു, എന്നിട്ട് സിറിയയോട് ചേർത്തു. അപ്പൊ സിറിയ ഒരു സാമ്രാജ്യം പോലെയായി. കാരണം മാസിഡോണിയയും ഏഷ്യ മൈനറും പരാജയപ്പെട്ട് സിറിയ വിജയിച്ചപ്പോൾ, സിറിയയ്ക്ക് ഈ 2 ഭാഗങ്ങൾ കൂടെ കിട്ടിയപ്പോൾ സിറിയ ഒരു സാമ്രാജ്യം പോലെയായി. ആ സിറിയയാണ് ഈ 11-ാം അധ്യായത്തിൽ വടക്കേ രാജ്യം. അവിടുത്തെ രാജാവിനാണ് വടക്കേ രാജാവ് എന്ന് പറയുന്നത്. കാരണം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ വടക്ക് ഭാഗത്താണ് സിറിയ കിടക്കുന്നത്. ശേഷിച്ച ഈജിപ്റ്റാണ് തെക്കേ രാജ്യം. അത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ തെക്ക് ഭാഗത്താണ്. അതാണ് ഈ വടക്കേ രാജ്യം, തെക്കേ രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ വടക്കേ രാജ്യവും തെക്കേ രാജ്യവുമാണ് പിന്നെ ശേഷിച്ചത്. സിറിയ ഒരു സാമ്രാജ്യം പോലെയായി, ഈജിപ്റ്റ് ഒരു രാജ്യമായി നിന്ന് ഇവർ തമ്മിൽ വീണ്ടും യുദ്ധം തുടങ്ങി. അങ്ങനെ ആ ചരിത്രപരമായ യുദ്ധത്തിൽ വിജയിച്ചത് വടക്കേ രാജ്യമായ സിറിയയാണ്. വടക്കേ രാജ്യമായ വിജയിച്ച സിറിയയിലുള്ള ബന്ധത്തിലാണ് 11-36 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വായിച്ചേ. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. രാജാവോ ഇഷ്ടം പോലെ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അവിടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന സ്വേച്ഛാനുവർത്തിയ രാജാവ് ആന്റിക്രൈസ്റ്റ് ആണ്. അപ്പൊ വിജയിച്ച വടക്കേ രാജ്യമായി സിറിയയിൽ നിന്ന് ആന്റിക്രൈസ്റ്റ് വരുന്നതായിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇനി താഴെ വായിച്ചേ. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും, ആര്? അന്തിക്രിസ്തു. ദേവാദി ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കാൽ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവനൊരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിൽ മേൽ ആക്കി വെക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിവാഹിച്ചു കൊടുക്കും. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ. മഹാപീഡനകാലത്ത് ഹർമഗദ്ദോൻ യുദ്ധത്തിനായി ആന്റിക്രൈസ്റ്റ് വരുന്നതിന് മുന്നമേ അവൻ അനേക രാജ്യങ്ങളെ ജയിച്ച് കീഴ്പ്പെടുത്തി ഒടുവിൽ ഈജിപ്തിനോട് യുദ്ധം ചെയ്ത് മടങ്ങുന്ന അവസരത്തിലാണ് ഇസ്രായേൽ സഹായിപ്പാൻ ഒരു കൂട്ടം ആളുകള് ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള ശ്രുതി കേൾക്കുന്നത്. അന്ത്യക്രിസ്തു ഒടുവിൽ യുദ്ധം ചെയ്യുന്നത് മഹാപീഡനകാലത്ത് ഈജിപ്തിനോടായിരിക്കും. ഈജിപ്തിനോട് യുദ്ധം ചെയ്ത് മടങ്ങുന്ന സമയത്താണ് യേശു വന്നു എന്നറിയണേ. യേശു എന്നറിയില്ല, ഇസ്രായേലിനെ സഹായിപ്പാൻ ഒരു കൂട്ടം ആളുകള് ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നായിരിക്കും കേൾക്കുക. കാരണം സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരിക ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ അവർക്ക്. മുകളിൽ നല്ല വന്നേ. അപ്പൊ ആരോ പോയി മുകളിൽ താമസിക്കുകയായിരുന്നു. ഇന്ന് മുകളിൽ താമസിക്കാനുള്ള പദ്ധതികളിലെ മനുഷ്യൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവിടുന്ന് ആളുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ സഹായിപ്പാൻ എന്നുള്ള ശ്രുതിയാണ് അവന്റെ കാതുകളിൽ എത്തുക. താഴെ വായിച്ചേ. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞു കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും. മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകില്ല. ഏറ്റവും ഒടുവിൽ യുദ്ധം ചെയ്യുന്നത് മിസ്രൈമിനോടാണ്, ഈജിപ്തിനോടാണ്. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവന്റെ അനുചാരികളായിരിക്കും. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. കിഴക്ക് നിന്നും വടക്ക് നിന്നുള്ള വർത്തമാനങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് വന്നതിനെ കുറിച്ചുള്ളതായ വാർത്തയാണ്. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. മഹാക്രോധത്തോടെ ആന്റിക്രൈസ്റ്റിന്റെ സൈന്യം അന്തിക്രിസ്തുവിനോട് കൂടെ കർമ്മഗദ്ദോനിലേക്ക് വരികയാണ്. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. യേശുക്രിസ്തുവിനെതിരെ അവൻ പാളയമിറങ്ങും. അവിടെ അവൻ അന്തരിക്കും. അവിടെ അവൻ എന്ത് ചെയ്യും? അന്തരിക്കും. അവനെ നരകത്തിൽ തള്ളുന്ന കാര്യം ഇവിടെ ഈ പ്രയോഗത്തിലൂടെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അവിടെ വെച്ചാണ് അവന്റെ അവസാനം. അതേ തുടർന്നാണ് കർത്താവ് രാജ്യം സ്ഥാപിക്കുന്ന സഹസ്രാബ്ദ വാഴ്ച.